വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തു വന്നിരിക്കുകയാണ്. മാസ്റ്റർ ഷെഫ് കുക്കിംഗ് ചാലഞ്ച്. ഗയ്സ്, ഇന്ന് നമ്മൾ നമുക്കിടയിലെ മാസ്റ്റർ ഷെഫ് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ്. ഇന്നത്തെ ചാലഞ്ച് ഗയ്സ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഉള്ളിലുള്ള കുക്കിങ്ങിന്റെ സ്കില്ല് മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സല്ല് നമുക്ക് ഓരോരുത്തർക്കും 10 ഇൻഗ്രീഡിയൻസ് വീതം തരും. അത് എന്തൊക്കെയാന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തോന്നുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയിലുള്ള ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇമാജിനേഷനിലുള്ള ഡിഷ് ഉണ്ടാക്കണം. അത് 1 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ അത് മൊത്തം പ്രിപ്പയർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ മുന്നിൽ വെക്കേണ്ടത്. നമുക്ക് തരുന്ന 10 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഡിഷ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും നന്നായിട്ട് കുക്കിംഗ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇത്. പക്ഷെ സല്ല് പറയുന്നത് അനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ വെച്ചാല് 10 ടൈപ്പുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിലപ്പോ ഞങ്ങൾ പുതിയ ടേസ്റ്റുകളൊക്കെ തുടങ്ങി എന്താ ഇൻവെന്റ് ചെയ്ത് കണ്ടുപിടിച്ചതൊക്കെ വരും കഴിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ജുൻകായ ഉണ്ട്. അതൊക്കെ ലോകത്ത് എവിടെ ഇല്ലാത്ത ഡിഷസ് ചിലപ്പോ ജുൻക ഒന്ന് ടേസ്റ്റ് ചെയ്തെന്ന് വരും. എങ്ങനെയുണ്ട്? നല്ലതാ? നല്ല പണിയുണ്ടെന്നൊക്കെ തോന്നുന്നു. എന്തെങ്കിലും ഒറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറെ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. തരുന്ന 10 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഡിഷ് ഉണ്ടാക്കാൻ പറ്റും അത്രയും ഡിഷ് ഉണ്ടാക്കാം. 1 മണിക്കൂർ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് വൈസ് ആണ് നമുക്ക് മറ്റേ തീരുമാനിക്കാം. ടേസ്റ്റ് വൈസ് മാത്രമാണ് വിന്നർ തീരുമാനിക്കാം. അപ്പൊ കണ്ണടച്ചോ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരാം. റെഡി? കണ്ണുറങ്ങാം. ചിക്കനോ? എന്ത് കോമ്പിനേഷൻ ആണ്? ഉപ്പ്, ഉപ്പ്, പച്ച സേമിയ, വെളിച്ചെണ്ണ, ചെറുനാരങ്ങ, തക്കാളി. ഇത് വെച്ചിട്ട് ചിക്കൻ പായസം ഉണ്ടാക്കാം. ചിക്കനും മറ്റേ മിൽക്ക് മെയ്ഡും. ഞാനും അതാ ചിക്കനും മിൽക്ക് മെയ്ഡെന്ന് വിചാരിച്ചത്. വെള്ളം ഉണ്ട്, ചെറുനാരങ്ങ 2 ഉണ്ട്, തക്കാളി ഉണ്ട്, വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്, മിൽക്ക് മെയ്ഡ്, ബന്നുണ്ട്, പിന്നെ സേമിയ ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇയാളെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ മിൽക്ക് മെയ്ഡ് ചിക്കൻ കൂടെ ആക്കി തരും. മാസ്റ്റർ ഷെഫ് ഒന്നും എനിക്ക് ആവണ്ട. ഇന്ന് മുഖം ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ട്, നല്ല ലുക്ക് ആയിട്ടുണ്ട് എല്ലാരും പറഞ്ഞ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് പ്രൊഡക്റ്റ്, സ്വിസ് ബ്യൂട്ടി സെലക്ട് സൂപ്പർ റേഡിയൻറ്റ് സ്കിൻ ടിന്റ്. ഇത് നമുക്ക് ഈ വിന്റർ സമയത്തൊക്കെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമല്ലോ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്കിൻ ടിന്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആണ്. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ ടിന്റ് ആണിത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ടിന്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്, സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഒരു റേഡിയൻസും ഗ്ലോയും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്, കാരണം ഇതിൽ ഹൈലറോണിക് ആസിഡ് വരുന്നുണ്ട്. ഇനി ഈ സ്കിൻ ടിന്റ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തതൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് എത്രത്തോളം സ്മൂത്ത് ആണ്, സ്കിന്നിൽ എത്രത്തോളം പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ടെക്സ്ചർ വളരെ സ്മൂത്ത് ആണ്, എത്ര ഈസി ആയിട്ട് സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്നതെന്ന് കണ്ടോ. ഇത് നമ്മുടെ സ്കിന്നിൽ ഒട്ടും ഹെവി അല്ല, അത് മാത്രമല്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയും കിട്ടും. ഇത് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഫ്രഷ് ഹൈഡ്രേറ്റഡ് കേക്കിനെസ് ഇല്ലാത്ത ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ഗൈസ്, എന്റെ ഈ ഒരു ഫേസ് കണ്ടപ്പോഴാണ് ജുൻക ചോദിച്ചത് ഇന്ന് എന്താ അത്ര പ്രത്യേകിച്ചൊരു ഗ്ലോ എന്ന്. സത്യം, എന്റെ ഫേസ് കാണുമ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ഗ്ലോ ആയിട്ട് എന്റെ ഫേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് വിടാൻ പറ്റുമോ? ഓ, ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സീരിയസ്ലി ഗൈസ്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു റിഗ്രറ്റും ഉണ്ടാവില്ല. ഇതിൽ ഗ്ലിസറിനും ഹൈലറോണിക് ആസിഡും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഓൾ ഡേ സ്മൂത്ത് ആക്കി വെക്കാനും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് തന്നെ സ്വിസ് ബ്യൂട്ടിന്റെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ ഫേസിലുള്ള ആ ഒരു റേഡിയൻറ്റ് ഫിനിഷ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് നാച്ചുറൽ ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. സ്കിന്ന് നല്ല ഗ്ലോവി ആയിട്ടുണ്ട്.
അപ്പൊ ഗൈസ് നിങ്ങൾക്കും ഇതേപോലെ നാച്ചുറൽ റേഡിയൻ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും സ്വിസ് ബ്യൂട്ടിന്റെ സെലക്ട് സൂപ്പർ റേഡിയൻ സ്കിൻ ടിന്റെ എന്തായാലും പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഫേസിൽ ഹെവിനെസ്സോ കേക്കിനെസ്സോ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ഗ്ലോ തരും. ചില ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കര ഹെവി ആയിട്ടും കേക്കി ആയിട്ടൊക്കെ തോന്നാറില്ലേ? ഇതിന് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഗൈസ് നമ്മുടെ കൂപ്പൺ കോഡായ പുള്ളോത്തി 10 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 10% ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ വേണ്ടവരൊക്കെ സ്വിസ് ബ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ വേണ്ടവരൊക്കെ കയറി ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യുക. നാച്ചുറൽ ആയിട്ട് ഗ്ലോ ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. ഞാൻ ചിക്കൻ പായസം ഉണ്ടാക്കി കൊടുക്കും ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല. എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഒന്നും ആലോചിക്കാനുള്ള സമയത്തോ അല്ല, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സമയമൊന്നുമില്ല, 1 മണിക്കൂർ സമയം നിങ്ങൾക്കുള്ളത്. അല്ല ചല്ല, ഈ ഒരു വെള്ളം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാണുന്ന ബോട്ടിലുള്ള വെള്ളം മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിക്കൻ കഴുകി കൊണ്ടുവച്ചതാ. ഇത് കഴുകിയിട്ടില്ല, ഇതൊന്നും കഴുകിയിട്ടില്ല. അതിന് വേറെ തരും. അത് എടുക്കാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് സമയം തരും ഞാൻ. അതിനുശേഷം ടൈമർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പെട്ടെന്ന് പോയി കഴുകി. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ട് ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് നമ്മള് പച്ചമുളക് ഇട്ട് പിന്നെ ഒരു ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക. കുരു എടുത്ത് മാറ്റണം കേട്ടോ. അതെ, നേരം വൈകി പോകുന്നതിന്റെ പേടിയുണ്ട്. വേഗം വേഗം ചെയ്യാം. ഗൈസ് ഞാൻ ഇത് വെച്ചിട്ട് സേമിയ മിൽക്ക് മെയ്ഡും കൂടെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ പായസം അല്ല ഞാൻ പറഞ്ഞത് അതാണെങ്കിൽ ഞാൻ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി എൻറ്റയർലി വെറൈറ്റി ഡിഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ പച്ചമുളക് ചെറുനാരങ്ങ പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കാൻ പോവാണ്. അത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കേട്ടോ. വേറെ ഒന്നും നമുക്ക് മാരിനേറ്റ് ചെയ്യാനില്ല. ഉപ്പും കൂടി ഇടും. ഞാനിതാ ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊന്ന് ബണ്ണ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ബർഗർ ഉണ്ടാക്കാൻ പോകുന്നത്, പക്ഷെ അല്ല. അയ്യോ, ഞാനും ബണ്ണ് ടോസ്റ്റ് ചെയ്യാനാ പോണത്. കുഴപ്പമില്ലല്ലേ? ഓക്കെ, മിക്സി സ്റ്റാർട്ട് ആവാൻ പോവാ. 2 മിനിറ്റ് ആവാറായി ആണല്ലേ? ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും യൂസ് ചെയ്യണം. ഒക്കെ യൂസ് ചെയ്യും. ഗൈസ് നമുക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ മിക്സിയിൽ അടിച്ചു വെച്ച ആ മിക്സും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇളക്കി വെക്കട്ടോ. ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് വെക്കാട്ടോ. ഇതിന് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഗൈസ് നിങ്ങൾ എവിടെയും കഴിക്കാത്ത ഒരു ഡിഷ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സാധനം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് ഈ സ്ലൈസസ് ടോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ സേമിയ പായസം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വെറൈറ്റി ഡിഷ് ഇന്ന് പരീക്ഷിക്കാൻ പോവാണ്. പായസം വെക്കാൻ നമുക്ക് പാലൊന്നും ഇല്ല ഗൈസ്, വെറുതെ ഈ കുപ്പിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. അതും മിൽക്ക് മെയ്ഡും ഉണ്ട്. ആ മിൽക്ക് മെയ്ഡ് ഇന്ന് മൊത്തം തീരുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മിൽക്ക് മെയ്ഡില് ഈ ചിക്കൻ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. കൊടുക്കൂല. ഇതൊക്കെ ഞാനിതാ ഉപ്പും പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ച എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മാരിനേഷന് വെച്ചിട്ടുണ്ട്. ഇത് ഈ സൈഡിൽ നിൽക്കട്ടെ, നമുക്ക് ബാക്കി പണികൾ തീർക്കട്ടെ. അപ്പത്തേക്ക് ഇത് മാരിനേറ്റ് ആയി വരും. എനിക്ക് ജാറ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളി മുറിച്ചിടാൻ പോവാണ് കേട്ടോ. ഞാൻ കൈ കഴുകട്ടെ. ഞാൻ ഈ ബണ്ണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം ഗൈസ്. കാരണം എന്താ വെച്ചാല് ഈ ഡിഷിന്റെ ഭംഗി കിടക്കുന്ന ഈ കട്ടിങ്ങിലാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും സമയം എടുക്കുന്നത്. പായസമല്ല, ഇന്ന് ബണ്ണും പിന്നെ എന്താ പറയാ ടോസ്റ്റഡ് ബണ്ണും ഈ സേമിയം കൂടി കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ്. അതൊക്കെ ഞാൻ വെച്ചിട്ട് വേറെ എന്തുണ്ടായിക്കോളാം. ഈ ഡിഷിന് ഞാൻ പേരിട്ടിട്ടില്ല ഗൈസ്. ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ഡിഷിന് പേരിടാം. ഞാൻ ഇവിടെ അടുത്ത പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ ഇൻഡക്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെർമിസെല്ലില്ലേ അതെടുത്തിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് അടുത്ത പണി. ഞാനിത് ഈ ജാറിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലെമൺ ഒഴിക്കാൻ വേണ്ടി പോട്ടോ. ഇത് ഞാൻ നന്നായിട്ട്, ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനമാണ് ഗൈസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ടോസ്റ്റ് ചെയ്ത് പണ്ടില്ലേ അത് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഈ ഒരു ഗ്രേവി വെച്ച് ഇതിലേക്ക് ചിക്കൻ ഇട്ട് വേവിച്ച് എന്താ പറയാ ഒരു പാവ് ബജി ഒക്കെ അല്ലേ അത് വേറെ ഡിഷിന് വരുന്നുണ്ട്. ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ എന്താ പറയാ നമ്മൾ പൊതുവെ സേമിയ കൊണ്ട് ഉപ്മാവ് പോലെ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ചിക്കൻ നൂഡിൽസ് ചിക്കൻ ഉപ്മാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിലേക്ക് മാറ്റാൻ പോവാണ്. അതായത് സേമിയ കൊണ്ട് ഉപ്മാവ് പോലത്തെ ഒരു സെറ്റപ്പും പിന്നെ അതിൽ ചിക്കൻ പൊരിച്ചത് ഇട്ടിട്ട് അങ്ങനത്തെ നോക്കാൻ നോക്കട്ടെ എന്തായി വരുന്നത്. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഡിഷസ് ഒക്കെ ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തും നോക്കാം. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിതേ ബണ്ണ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ഇതെന്തായാലും ടോസ്റ്റ് ആയി വരുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ ചിക്കനിൽ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കുറച്ചൊന്നും ഇങ്ങനെ സെൻറ്റർ ആയി വരുമല്ലോ, അതിന് വേണ്ടിയിട്ടോ. കുറച്ച് സമയം ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാം.
8 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാനിതാ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള വെർമീസെല്ലിയാണ്, പക്ഷെ എന്ന് കഴിഞ്ഞാലും നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മണല്ലേ സല്ലു? നല്ലൊരു ഇല്ലേ വെളിച്ചെണ്ണേന്റെ ഒരു മണം. വേറെ ഒന്നും ഇല്ല, ഈ നെയ്യൊന്നും കൊണ്ടുവച്ചില്ലല്ലോ ഇവിടെ. നല്ല കൊണ്ടുവച്ചിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി തരായിരുന്നു. ഇപ്പൊ അതൊന്നും നെയ്യ് ഉണ്ടെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കായിരുന്നു. ഇതൊക്കെ നെയ്യിലുണ്ടാക്കി എന്താ ടേസ്റ്റ് ഉണ്ടാവും അറിയോ? ഇതുണ്ടോ ഫുള്ള് പാത്രത്തിലാക്കിയോള്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വേറെ എവിടെ ആയില്ല guys. ഇത് കഴുകി കൊണ്ടുവച്ചെന്നാന്ന് വേണ്ടിട്ടോ. ഫസ്റ്റത്തെ ഈ ഒരു ബണ്ണ് ടോസ്റ്റ് ചെയ്ത് ഞാനിത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് അതിന്റെ മുകളിൽ ബാക്കി പരിപാടികൾ വരാൻ പോകുന്നത്. ഇതും കൂടി ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇതിനിപ്പോ ഞാൻ എന്താ പേരിടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ടേന് സേമിയ ചിക്കൻ പോരട്ടെ അങ്ങനെ ഞാന് എന്താ പറയാ ചിക്കൻ ബൺ ബജി അല്ല ബൺ ചിക്കൻ അല്ല മറ്റേ പാവ് ഭാജി അല്ലേ മറ്റേ മിൽക്ക് ബണ്ണ് കിട്ടി. അത് കൊള്ളാം. ഇനി ഞാനിതാ ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്ത് ഒരു പൊരിച്ച പോലെ അല്ലേ അങ്ങനെ ആക്കി എടുക്കാൻ പോവാ കേട്ടോ. ഞാനിതവിടെ ആ വെർമിസെല്ലി ഒന്ന് നല്ല അതായ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ആ ഒരു ഉപ്മാവിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഈ വക സാധനമൊന്നും ഇല്ലാതെ പച്ചമുളക് തന്നതിന് ഭാഗ്യം നന്നായിണ്ട്. ഈ വക സാധനങ്ങളൊന്നും ഇല്ലാതെ ചിക്കൻ ഉണ്ടാക്കാൻ തന്നെ തോന്നില്ല. അടുത്ത തവണ നല്ല ഡിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുക. തക്കാളി പച്ചമുളക് ഉണ്ട്. നമുക്ക് മസാലകളൊന്നും തന്നിട്ടില്ല. മഞ്ഞപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല, മല്ലിപ്പൊടി ഇല്ല, ചിക്കൻ മസാല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യായിരുന്നു. ചിക്കൻ പൊരിക്കുമ്പോഴെങ്കിൽ ഈ മുളക് പൊടി മഞ്ഞപ്പൊടി കിട്ടാല് ഒരു സമാധാനമാണ് കഴിച്ചത്. ഇത് കണ്ടോ അങ്ങനെ വെള്ള വെള്ള കളറിൽ കാണുമ്പോ ഒരു സുഖമല്ലേ? എന്താ പറയാ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു സുഖല്ലേ. ഞാനിവിടെ ഈ എന്താ പറയാ ഈ ഉപ്പുമാവിന്റെ അടിച്ചില്ലേ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്നേ, അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ ഇതിന്റെ കൂടെ പാസ്തേന്റെ ഒക്കെ കൂടെ കിട്ടൂലേ ഈ മറ്റേ ബ്രെഡ് ഇങ്ങനെ എന്താ പറയാ ബട്ടറൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്ത പോലെ അതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കുത്തനെ കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്നിട്ട് അത് നമുക്ക് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. ഗൈസ് ഞാൻ എന്റെ ഇത് ബണ്ണ് ഫുള്ള് ടോസ്റ്റ് ചെയ്തിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസം കേട്ടോ. ഇനിയിപ്പോ ഞാൻ അടുത്തതായിട്ട് വെർമിസെല്ലി ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇതും മിൽക്ക് മെയ്ഡും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം. ഇനി ഞാൻ ഈ ചിക്കനിലേക്ക് ഈ തക്കാളി പച്ചമുളക് പിന്നെ ലെമണ് ഉപ്പ് ഒക്കെ ഈ ഒരു മിക്സിലെ അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഇതിൽ കടന്നൊന്ന് വെന്ത് വരണം. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നുപോയി. ഇപ്പട്ടോ നന്നായിട്ട് ഇളക്കിയാൽ മതി. ഇത് കണ്ടോ വെന്ത് വരുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് ആ ഒരു സേമിയ ഉപ്മാവിന്റെ ആ ഒരു പരുവത്തിലേക്ക് ആയി വരുന്നുണ്ട്. ഇനി ഉപ്പൊന്ന് പിടിക്കാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റണം കേട്ടോ. സമയം എത്രയായി? 17 മിനിറ്റ് കഴിഞ്ഞു. 17 മിനിറ്റ് എത്ര പെട്ടെന്ന്. ഞാൻ ഈ പന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ. എന്നാ പിന്നെ ആ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ മതി. ഞാൻ വെർമിസെല്ലിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയി വരുന്ന സമയത്ത് മിൽക്ക് മെയ്ഡും കൂടെ ഇതിൽ ആഡ് ചെയ്താല് നല്ല ആ ഒരു എന്താ കുറച്ചൊരു പാലിന്റെ മതിലുള്ള ഒരു ടേസ്റ്റിലൊക്കെ കിട്ടും. അതാണ് എന്റെ എയിം. വേറെ പാത്രം കിട്ടും. ഞാൻ അടുത്തത് ഈ ബണ്ണ് വേറൊരു ബണ്ണ് എടുത്തിട്ട് ഈ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ആക്കുകയാണ്. ഈ ബണ്ണ് നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പിച്ചിടാം. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയാ സേമിയ എടുത്തിട്ട് റോസ്റ്റ് ആക്കിയിട്ട് മേലെ ഇങ്ങനെ ഡെക്കറേഷൻ പോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ചിക്കന്റെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ തിന്നേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. കാരണം ടൈമില്ല. ഞാനിത് മൊത്തം ഉണ്ടാക്കി കൊടുക്കും. സമയം കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാൻ ഇത് ഇവള് സ്റ്റാർട്ട് ചെയ്ത മുതലേ ആ ചിക്കൻ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും ചിക്കന്റെ തുടങ്ങിയില്ല. അപ്പൊ അത്ര പോലെ നമുക്ക് വെന്തിട്ട് കിട്ടൂല. നമ്മളിതാ ഈ ബന്നൊക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വരും എന്നൊക്കെയാണ് തോന്നുന്നത്. ഞാനിതാ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇനി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗൈസ് നമുക്ക് മിൽക്ക് മെയ്ഡ് നല്ല ആക്കി കൊടുക്കാം. ഇനി നമ്മളെ മറ്റേ ഡിഷിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെർമിസെല്ലി മുരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ സോക്കായി പോയിട്ട് അത് പിന്നെ ഇങ്ങനെ ഇതായി പോകും. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഗൈസ് ഞാനിത് ഇതിലേക്ക് ഈ വെർമിസെല്ലി ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴേ ഒഴിക്കുന്ന നല്ലതെന്ന്. മിൽക്ക് മെയ്ഡ് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇങ്ങളത് രണ്ടാമത് തിന്നൊക്കെ ഭയങ്കര ആഗ്രഹം. എനിക്കും നല്ല ആഗ്രഹം. എനിക്കിത് കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. ശ്രീ പൊതുവെ
വെച്ച് കഴിഞ്ഞാല് സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാൻ ശ്രീനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഓള് തുടക്കത്തിൽ തന്നെ നല്ല അടിപൊളി സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് സ്പൈസിനെസ് കുറവാണ് guys. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് ഇങ്ങനെ കീറിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഇത് ചിക്കൻ കറി പോലെ ആയാലും ഷാമി. ചിക്കൻ കറി പോലെ ഇല്ലേ? ആ കളർ കുറച്ചൊരു തക്കാളിക്കറി ഒക്കെ ഇല്ലേ? തക്കാളി കറിയിൽ ചിക്കൻ ഈസി ചിക്കൻ കറി, ഈസി എന്തായിരുന്നു പായസം, ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഗൈസ് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ടോ. ആരെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്ത് നല്ല ബ്രെഡ് നല്ല ട്രൈ ചെയ്യണമെന്നുള്ള ലാസ്റ്റ് പറഞ്ഞു. ഇത് എനിക്ക് പാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്നി ഞാൻ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൽ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടൊക്കെ സെറ്റ് ആക്കുമായിരുന്നു. ഇത് പാലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോ നമുക്ക് ഈ സൈഡിൽ മാറ്റി വെക്കാട്ടോ. ഇനി അടുത്ത പണി നോക്കാം. പെട്ടെന്ന് എല്ലാരും ഭയങ്കര ഷെഫ് പോലെ ആയിപ്പോയി. ചിക്കൻ അത്യാവശ്യം വേവിച്ചോ. അങ്ങനെ ഒന്നുമില്ല, ഉള്ളത് ഞാൻ തരൂ, അത് തിന്നോക്കണം. ഇന്റെ ഇതാ സേമിയ ഞാൻ ഇവിടെ ഫുൾ കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ ചിക്കൻ പൊരിച്ചെടുക്കണം കേട്ടോ. അതും കൂടി എനിക്ക് കാര്യമായിട്ട് പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. ശരിക്കും പായസം പോലെ ഉണ്ട്. അതാ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കും, ഇത് പായസത്തിന്റെ സ്മെല്ലാ. എനിക്ക് അധികം സമയമില്ലേ ഗൈസ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പൊടിച്ചു വെച്ച പല്ലില്ലേ അത് ഇട്ടെടുക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഹായ്, ഇത് കാണാൻ നല്ല രസമുണ്ട് ഇത് എങ്ങനെയായിരിക്കും കഴിക്കാണ്ടാവാ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ഒരു ഭയങ്കര ഈ എന്താ ഫ്ലേവേഴ്സിന്റെ മിക്സ് ആയിരിക്കും എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഏതാവുന്ന ഒരു ഐഡിയ ഇല്ലേ ഗൈസ്. പായസല്ലേ, അടിപൊളി പായസം. ഇത് മിക്സ് ചെയ്യാൻ തരും. ഓ കയ്യിൽ തന്നെ ഞാൻ എടുത്തോളാം ഒന്നായിട്ട് വെക്കരുത്. ശ്രീന്റെ ടേസ്റ്റ് ചെയ്തോളൂ ഗൈസ്. വെന്തിട്ടില്ല, ചെറുതായിട്ട്. ശരിക്കും പാൽ ഒഴിക്കുന്നതിന് വരെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോ അത് പാലിന്റെ എഫക്റ്റ് ആയി. പായസല്ലേ. ഞാനിതാ ആ പാനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടാട്ടോ. അതാണ് ഇനി അടുത്ത പണി. ഇനി ചിക്കൻ നല്ല രീതിയിൽ പൊരിഞ്ഞു വരണം. എന്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത്? ഞാന് തക്കാളിയും കുറച്ച് പച്ചമുളകും ഇതുകൂടി എടുത്തിട്ട് മിക്സ് വെച്ചിട്ട് ഞാൻ ഇതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു തീ കേട്ടോ, ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കാണുന്നൊന്നും നോക്കണ്ട, ലുക്കൊന്നും നോക്കണ്ട, ഇത് നല്ല രസം ഉണ്ടാവും. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല പൊരിഞ്ഞു വരണം കേട്ടോ. ഇതിൽ വെറും പച്ചമുളകും കുറച്ച് തക്കാളിയും ഉപ്പും മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനം ഇല്ല. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവത്തിനല്ല, കൂട്ടി നോക്കുമ്പോ സല്ലുവിനറിയാം. ചിക്കൻ വേറെ ഡിഷൻ അല്ലേ? അല്ല, ഇതിലേക്കാ ഇതില് അങ്ങനെ ഇവിടെ ഉണ്ടാക്കുന്നതിലും കൂടുതൽ കുടിച്ച് തീർക്കണെങ്കിൽ ഉണ്ടാക്കണ്ടേ, അതിനോണ്ടാ. സ്ത്രീക്ക് സ്ഥിരമുള്ള മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുന്നതിന്റെ പകുതിയോളം വയറ്റിലെത്തിണ്ടാവും, ബാക്കിയായിരിക്കും ഇപ്പൊ കിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന ഡിഷുകളെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കലുള്ളൂ ഗൈസ്. പകുതി കുടിച്ച് ചേർത്തിട്ടാണ് ഈ ഉറപ്പ്. അതുകൊണ്ട് ബാക്കിയുള്ള പകുതി എല്ലാവർക്കും കിട്ടാറുള്ളൂ. ഞാനൊന്ന് ആ ഏരിയയിലൊന്നും പോയി നോക്കി വരാം. നോക്കട്ടെ. അയ്യോ, നിർത്തി. ഒരു സെക്കൻഡിന്റെ കണ്ണ് വെറ്റിയതുള്ളൂ, അപ്പത്തേക്കും എല്ലാരും കൂടി കുട്ടീന്റെ പായസം കണ്ണു വെച്ചു. ഞാൻ നോക്കട്ടെ. ഓ കുറച്ച് വെള്ളം നല്ല തിക്കായി വന്നിട്ട്. എനിക്ക് മിക്സ് അടിക്കണം. ഒറിജിനൽ പായസം ഐ എം പ്രൗഡ് ഓഫ് യു. ഇതിൽ കുറച്ച് ഗ്രേവി കുറവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ആ മിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കൂടെ അയ്യോ, ഇവിടെ മുഴുവൻ ആക്കരുത്. കുറച്ച് നടി പിടിച്ചുപോയി. മതി. ഞാൻ ഇവിടെ തമ്മിൽ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. അതെ, ഞാൻ അറിയാണ്ട് ഒഴിച്ചു പോയി. ഇനി ഇടയ്ക്ക് കോമ്പറ്റീഷൻ ആണെന്ന് മറന്നു പോകും. നല്ല എന്താ പറയാ ഗ്രീൻ മസാല ചിക്കൻ റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് പച്ച ചിക്കൻ അല്ല പച്ച ചിക്കൻ വെന്ത് വരുന്നുണ്ട്. ടെൻഷൻ ആവണ്ട, അങ്ങോട്ട് വാ. വെന്ത ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ചിക്കൻ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോ തന്നെ 2 പീസായി പോണ്ട്. എവിടെ പീസാവാത്ത? പീസായി. അപ്പൊ ഈ പേടിക്കണ്ട കേട്ടോ, വെന്തിട്ടൊക്കെ കിട്ടും. നിന്റെ അത് വേവാനുള്ള സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. 31 മിനിറ്റ് ബാക്കിയുള്ളൂ കേട്ടോ. 31 മിനിറ്റോ? മതി 31 മിനിറ്റ് ഒക്കെ അധികമാണ് ഗൈസ്. വേറെ ഒരു പാത്രം ഇല്ലല്ലേ സെല്ലു? ഒരു പാത്രം കൂടി തരില്ല അല്ലേ? വളരെ ലിമിറ്റഡ് ഫുഡും ലിമിറ്റഡ് പാത്രവും. ഇത് കണ്ടോ, ഇപ്പൊ ഇതൊരു ആ ഒരു പാവബജി രൂപത്തിലായില്ലേ? കുറച്ചും കൂടെ മിക്സ് എടുത്തപ്പോ സത്യം എടി, ഈ മിക്സ് എടുത്തിട്ട് ആ ബന്നിന്റെ ഉള്ളിൽ വെച്ചാൽ കറക്റ്റ് പാവ് ബജി ആയി. ഗൈസ്
ഇന്റെ സേമിയം മിൽക്കുമേഡ് മിക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിത് എടുത്തിട്ട് നേരതാ ഇതിന്റെ സെന്ററിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബൺ ഫിൽഡ് സേമിയ പായസം. ഞാൻ വേറെ എന്തോ ഒരു പേര് ഞാൻ കണ്ടുവച്ചിരുന്നു. അത് ഞാൻ റോസ്റ്റഡ് മിൽക്ക് ബണ്ണ്, ടോസ്റ്റഡ് മിൽക്ക് ബണ്ണാണ് കേട്ടോ. ടോസ്റ്റഡ് പായസം ബണ്ണാക്കാൻ പറ്റും. അതെ, ടോസ്റ്റഡ് പായസം വെറൈറ്റി എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും ഉറപ്പാണ്. ഓ കിടിലം. ഇത് നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും ആവുന്ന ഈ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിക്കാട്ടോ. ഹായ് കിടിലം ടേസ്റ്റ് ആയിരിക്കും ഗൈസ് അത്. ഇതിപ്പോ ആ മിൽക്ക് മെയ്ഡിന്റെ ആ മിൽക്കൊക്കെ ഇങ്ങനെ സോക്കായിട്ട് ആ ബണ്ണിൽ ആവുമ്പത്തേക്കിനും ഏകദേശം മൊത്തത്തിൽ സോക്കായി നല്ല സെറ്റ് ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോക്ക്. അപ്പൊ ഒരു ഡിഷ് ഇത് ഇവിടെ റെഡിയാണ്. ഇത് ടേസ്റ്റ് ചെയ്യാനാവുമ്പോഴത്തേക്കിന് ഇതിലെല്ലാം ഹാഫ് സോഫ്റ്റ് ആയിട്ട് ഹാഫ് ബണ്ണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. കൂട്ടത്തില് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരുന്ന ശ്രീയാണ് guys. ഇതിന്റെ മുകളിൽ മറ്റേ നട്ട്സ് ഒക്കെ ഇങ്ങനെ മറന്നുപോയി ഞാനത്. മറ്റേ നട്ട്സ് ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഓളോ ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞപ്പോ ഫുള്ള് മെസ്മറൈസ്ഡ് ആയി അവിടെ തന്നെ നിൽക്കുക. അതെ, ഇതിന്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ 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 അവസാനമൊക്കെ ആക്കി കൊടുക്കാം. ഡെക്കറേഷൻ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ. ടോസ്റ്റഡ് പായസം ബണ്ണെന്നല്ലേ ഞാൻ അല്ലല്ല ടോസ്റ്റഡ് പായസം ബണ്ണാണ്. ഇതിന്റെ ചിക്കൻ നോക്ക്. അപ്പൊ ടോസ്റ്റഡ് പായസം ബണ്ണ് ദേ ഇവിടെ റെഡിയാണ് ഗൈസ്. ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ഫിൽ ആക്കാം. അടുത്ത ഡിഷ് ഇതൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കും നോക്കാം. ഇതിൽ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതാണ്ടോ കണ്ടോ മൊരിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ മൊരിച്ചിട്ട് കുറച്ച് നല്ല മൊരിഞ്ഞായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ പാനിൽ തന്നെ ഇട്ടിട്ട് ചൂടാക്കണം കേട്ടോ. സമയം കിട്ടുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. മനുഷ്യരിവിടെ ഒരു ഉപ്പ് നോക്കാനുള്ള സമയം പോലും. അല്ല, ഞാനിതായിട്ട് വേണം അടുത്ത ഡിഷ് കഴുകിയിട്ട് ഈ പാത്രം കഴുകിയിട്ട് ഇതിൽ ഉണ്ടാക്കാൻ. ഇത് വെച്ചിട്ട് ഞാനിപ്പോ എന്തുണ്ടാക്കുക? അത് വെച്ചിട്ട് ശ്രീഫുണ്ട് ഉണ്ടാക്കുക. ഞാനൊന്ന് ഇതുണ്ടോ ഇത്രയും സാധനങ്ങൾ എനിക്ക് ഇവിടെ ബാക്കിയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഞാനൊരു ഡിഷ് ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ അതിനൊരു പേര് ഇടും. അതാണ് എന്നിട്ട് ഇവർക്ക് തിന്നാൻ കൊടുക്കും. ഇന്ത്യയിൽ നല്ലൊരു മണം വരുന്നുണ്ടോ? ഇല്ലേ? അത് വെളുത്തുള്ളി തോന്നിപ്പിക്കുകയാണ് ഞാൻ. അത് വെളുത്തുള്ളി അല്ല. അതെ ആ കുക്കിങ്ങിൽ നമുക്ക് അത് വെളുത്തുള്ളി തോന്നുന്നെങ്കിൽ ഒരു കഴിവാണ്. ശരിക്കും വെറും ചിക്കനും പച്ചമുളകും തക്കാളി ഉപ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമായില്ലല്ലോ. ഇന്റത് റെഡി ആയിട്ടോ ചിക്കൻ. നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ ചിക്കൻ കോരി മാറ്റി വെക്കാം. ഇല്ലില്ല ഗൈസ്, ഞാനിതാ ഇനിയിപ്പോ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ്, അതായത് ചൂടാക്കി എടുക്കാൻ പോവാട്ടോ. ഇതിപ്പോ ഈ ചിക്കൻ പൊരിച്ചാൽ തന്നെ ആവുന്ന സമയത്ത് ഇതിനും ആ ഒരു ചിക്കന്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. നമുക്ക് ഇത്രയും ബന്നിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നോക്കാം. ഇതിന്റെ ഡിഷ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് ഓഫ് ചെയ്യാട്ടോ. ഇതിലേക്ക് ശരിക്കും മുളക് പൊടി കണ്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ഗൈസിന്റെതാ ഈ ബന്ന് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാനിതാ ഇതിന്റെ ഈ ഒരു പാവബജി എന്തൊക്കെയറിയില്ല, പാവബജി പോലത്തെ ഒരു സാധനം, ആ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എന്തെങ്കിലും ഒരു പേരിടണം, സജഷൻസ് ഉണ്ടെങ്കിൽ. ഇതിനെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ സ്വീറ്റ്നെസ്സും ഉണ്ടാവും, ആ ചിക്കൻ കറീന്റെ അതായത് ആ തക്കാളിന്റെ പുളി ഉണ്ടാവും അല്ലെ, പച്ചമുളകിന്റെ എരിവ് ഉണ്ടാവും, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ. നോൺ വെജ് ആണ്. അപ്പൊ ചിക്കൻ ടൊമാറ്റോ ചിക്കൻ ബൺ. അത് കൊള്ളാം. ടൊമാറ്റോ ചിക്കൻ ബൺ. ഞാൻ അടുത്തതായിട്ട് പച്ചമുളക് മിക്സിയിൽ അടിച്ചിട്ട് അത് ചിക്കനിൽ പുരട്ടിയിട്ട് അത് തക്കാളിനുള്ളിൽ ഫില്ല് ചെയ്യാം. നിൽക്കുമ്പോഴോ ഒരു ഐഡിയ കിട്ടുന്നത്. തക്കാളി ഇങ്ങനെ ഓട്ടേക്ക് അതിനുള്ളിൽ സാധനങ്ങളെല്ലാം പുറത്തിടുക. എന്നിട്ട് ഈ സാധനം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ചിക്കൻ വെന്താൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് ഫില്ല് ചെയ്തിട്ട് തരാം കേട്ടോ. അതെ, ഇനി 20 മിനിറ്റ് ബാക്കിയുള്ളൂ കേട്ടോ. 22 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. 22 മിനിറ്റ് കൂടെ ബാക്കി. ഞാൻ ഈ പാത്രം കഴുകി തരാം. ഇനി ഇത് ബണ്ണ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ബണ്ണ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ബണ്ണ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഗൈസ്, ഞാൻ എൻ്റെ ഈ സ്വീറ്റ് ഡിഷിനൊക്കെ വേണ്ടിയിട്ടുള്ള വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. എന്റെ പണി അതും കൂടെ കഴിഞ്ഞു. പിന്നെ എനിക്ക് പ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരു ഡിഷും കൂടെ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാനിതാ ഇതിങ്ങനെ കൈകൊണ്ട് നല്ല ഇങ്ങനെ പൊട്ടിച്ചിടാട്ടോ. ഈ കുനാഫേന്റെ ഉള്ളിലുള്ള സാധനല്ലേ, അതും ഈ വെർമിസെല്ലിന്റെ വേറെ ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. അതുപോലത്തെ രീതിയിലാണ് ഞാൻ ആക്കാൻ പോകുന്നത്. ഗൈസ്, ഇതിന്റെ ഒരു ഡിഷ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമാധാനം ഒന്ന് കഴിഞ്ഞു ഗൈസ്. കറക്റ്റ് പാവുഭാജി അത് ശരിയാ. ടൊമാറ്റോ
ചിക്കൻ ബൺ ആണ് ഗൈസ് ഇത്. അങ്ങനെ ഒരു ഡിഷ് റെഡിയായി. ഇനി അടുത്ത ഡിഷിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അടുത്ത ഡിഷിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അത് ഇവിടെ ഓണാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഈ പച്ചമുളകിന്റെ മിക്സ് ഞാൻ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്നിട്ട് ഇത് തുറന്നിട്ട് ഞാൻ എവിടുന്നൊക്കെയാ വരുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ മിക്സ് ഈ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് പൊരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഈ തക്കാളി തുറന്നിട്ട് തക്കാളിന്റെ ഉള്ളിലേക്ക് ഈ മിക്സ് വെക്കും. അപ്പൊ പിന്നെ ഞാനെല്ലാം യൂസ് ചെയ്തു. കുറച്ച് ചെറുനാരങ്ങ അതിന്റെ മുകളിൽ ഒഴിക്കുകയും ചെയ്യും. അപ്പൊ അതും ആക്കി. ഇപ്പൊ സമയത്ത് 20 മിനിറ്റ് 19:58 ബാക്കി. കഴിഞ്ഞ ഡിഷ് ഞാൻ അരമണിക്കൂറോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞത്. ഈ ഡിഷ് അരമണിക്കൂർ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി, ബാക്കി 10 മിനിറ്റോള് കഴിച്ചു നോക്കി, ബാക്കി 10 മിനിറ്റ് അതിനെ ഭംഗി നോക്കി നിന്ന് ഇപ്പൊ ആകെ 10 മിനിറ്റേ ഉള്ളൂ. ഗൈസ്, ഞാനിത് അവിടെ പ്ലേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഈ പാന് ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നോർമലാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഉപ്മാവിന്റെ മിക്സ് ഇല്ലേ, അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് എല്ലാത്തിനും ഓരോന്നായിട്ട് വേർതിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ക്ഷീണിച്ചു ഗൈസ്. പാത്രം കഴുകി ഓടി വന്നപ്പോ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു ഡെസേർട്ട് പോലെ തന്നെയാണ്. ഇപ്രാവശ്യം ഒരു സ്പൈസി ഉണ്ടാക്കിയല്ലോ, അപ്പൊ ഇനി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് പോലത്തെ സാധനമാണ്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ വരും. ഞാൻ കഴിച്ചതാ ഈ സേമിയന്റെ മിക്സിലേക്ക് ചിക്കൻ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ബാക്കി ചിക്കൻ ഇവിടെ എടുത്തു വെച്ചത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ചിക്കൻ ഉപ്പുമാവ് ഇതിനെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രമാട്ടോ എടുക്കുന്നത്. ഞാൻ കഴുകിയിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് നോക്ക്, ഞാൻ ആ പച്ചമുളകിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ചിക്കനില് ഇങ്ങനെ എനിക്കറിയില്ല, വെന്തില്ലെങ്കിൽ ഞാനിത് എനിക്ക് ഇങ്ങനെ കാണാൻ നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ. പച്ചമുളക് കുറയ്ക്കരുത്. എന്താ അഫ്ഗാനി ചിക്കൻ അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഭയങ്കര പച്ചമുളക് ഇല്ലേ? അതിന്റെ കൂട്ടത്തില് ക്രീമിയാണ് അഫ്ഗാനി, ഇതില് ക്രീമി ഇല്ല. ഇനി അഥവാ ഈ ഡിഷ് കഴിച്ചിട്ട് എരിഞ്ഞാല് കുടിക്കാൻ പായസത്തിലുണ്ട് ആ ഒരു ഡിഷ് ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. അതിനാണ് ഞങ്ങൾ എല്ലാരും ഡെസേർട്ട് ഉണ്ടാക്കിയത്. ഒന്നെങ്കിലും ശരിയാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ അത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷൻ പോലെ ഈ ചിക്കൻ മേലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇനി ഈ ബന്നുണ്ടല്ലോ, ഇത് ഈ സൈഡില് ഇങ്ങനെ ഇന്റർനാഷണൽ ഡിഷ് പോലെ എനിക്കും തോന്നിയത്. ഇനി ഇത് നമുക്ക് ഇന്ന് കളർ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറുനാരങ്ങയും കൂടി വെച്ചോളൂ. എവിടെ വെക്കും? ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. വേണമെങ്കിൽ ഇത് സ്ക്വീസ് ചെയ്ത് കഴിക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇനി എനിക്ക് കൂടുതൽ ഭംഗി വേണം തോന്നുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യും. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഫസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത്. ഇനി സമയം 13 മിനിറ്റ് 45 സെക്കൻഡ് ബാക്കി. അതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിഷ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. ഇനി അടുത്ത ഡിഷാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ ബണ്ണിന്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ഒക്കെ ആക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് നമുക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഇത് കണ്ടോ, ഞാനിവിടെ ഈ വെർമിസെല്ലി നന്നായിട്ട് മുരിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത്ര ഇട്ടാ മതി. 5 മിനിറ്റ് ഡിഷ്. അതെ, 5 മിനിറ്റ് വേണം അതിന്. ഇത് നമുക്ക് ഇത്ര ഇട്ടാ മതി കേട്ടോ. ബാക്കി നമ്മൾ കഴിക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് പോയി കിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ 2 ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഞാനിതാ വെർമിസെല്ലി വേവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബണ്ണ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് എവിടെയും കാണാത്തൊരു വെറൈറ്റി സാധനമാണിത്. ഇത് നിങ്ങൾക്ക് വന്ന് ഉണ്ടായി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇതിൽ മിൽക്ക് മെയ്ഡും കൂടി വെക്കൂല്ലേ? അതല്ലേ, അതായത് ഒരു പുഡിങ് പോലെ ഉണ്ടാവും. ഭയങ്കര ഇങ്ങനെ തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറുള്ള ഒരു സാധനമാണിത്. ഓ, ഇത് കാക്കുന്ന എന്തൊക്കെ ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ എല്ലാ സംഭവവും യൂസ് ചെയ്തു കേട്ടോ. തക്കാളി യൂസ് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് യൂസ് ചെയ്ത്, ചെറുനാരങ്ങ യൂസ് ചെയ്ത്, വെള്ളം ഉപയോഗിച്ച്, വെർമിസെല്ലി ഉപയോഗിച്ച്, ബണ്ണ് ഉപയോഗിച്ച്, മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച്, ഉപ്പ് ഉപയോഗിച്ച്, ഇനിയൊന്നുമില്ലല്ലോ ചിക്കൻ ഉപയോഗിച്ച്. അപ്പൊ ഞാൻ എല്ലാം 10 ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുപോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഗൈസ്, ചിക്കൻ ഇത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാനിതാ ഒരു തക്കാളി തുറന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത തക്കാളി ഞാൻ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ളിലാണ് ഞാൻ ഈ ഡിഷ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. 11 മിനിറ്റ് 44 സെക്കൻഡ് ബാക്കിയുള്ള. ഓ,
ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് പുഡിങ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്നത്. സ്നേഹം കൊണ്ടാടാ. സ്നേഹം കൊണ്ട് മിൽക്ക് മേഡൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും സല്ലി, ഈ വിചാരിക്കുന്ന പോലല്ല. ഇഷ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കൊക്കെ ബ്രെഡ് പുഡിങ് ഭയങ്കരമായിട്ട് കഴിക്കാം. ഇടക്കിടക്ക് ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ ബ്രെഡ് പുഡിങ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴും അങ്ങനെയൊക്കെയായത് ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ. നല്ല പച്ച കളറുള്ള ചിക്കൻ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേണമെങ്കിൽ പച്ച ചിക്കൻ എന്നും പറയാം. അപ്പൊ ഇത് ഗൈസ് കാന്താരി ചിക്കൻ ഇൻ ടൊമാറ്റോ, അതാണ് ഇന്റെ ഡിഷിന്റെ പേര്. ഇതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം guys. ബൺ ബൺ ബൺ. ഞാൻ എന്താ പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വീറ്റ് ഡിഷിന് ക്രിസ്പി ബൺ പുഡിംഗ്, അതാണ് കേട്ടോ അതിൻ്റെ പേര്. മറ്റേത് എന്താ പറയാ, ഞാൻ കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് എന്താ ആലോചിക്കുകയാണ്. ഇപ്പൊ ഉപ്മാവിനെ കിട്ടുന്നുള്ളൂ. എനിക്ക് ഒന്നും പേരിട്ടില്ലേ guys. ഞാൻ വല്ല അറബിക് പേരിട്ടാലോ എന്നാലോചിക്കാം. വല്ല അറബിക് പേരും കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് ഞാനിതാ നന്നായിട്ട് ഈ എന്ത് ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. കാക്ക ഇപ്പൊ കൊതിയാവില്ലേ കാക്ക? ഇല്ലാതാ തോന്നുന്നു ഗൈസ്. ഞാൻ ഈ ചിക്കൻ പിച്ചി വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് പിച്ചുന്ന വഴിയേ ഉള്ളൂ ഗൈസ്. അതാ വേവുന്നുണ്ട്. സല്ലു കഴിച്ചില്ലായി, വെന്ത് കിട്ടി. ഇനി 6 മിനിറ്റ് 30 സെക്കൻഡ് ബാക്കിയുള്ള 6 മിനിറ്റ് കഴിയാറായി. ഇനിയിപ്പോ കുഴപ്പമില്ല. ഗൈസ് ഫ്രീന്റെ എനിക്കൊരു പേര് കിട്ടി, ചിക്കൻ സ്റ്റഫ്ഡ് ടൊമാറ്റോ. എനിക്ക് ഇഷ്ടമായി ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി ആ പേര്. അനക്ക് അറബിക് പേരല്ലേ വേണ്ടത്, അതെനിക്ക് അറിയില്ല, അതാണ് പ്രശ്നം. ഇളക്കിക്കോട്ടെ ഇടക്കി. ഇതിപ്പോ ബണ്ണും വേർമിസെല്ലിയും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഡെക്കറേഷൻ ചെയ്യാണ് ഗൈസ്. കുറച്ച് ടൊമാറ്റോ ഞാനിത് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 മിനിറ്റ് 52 സെക്കൻഡ്. അപ്പത്തേക്കിന് ഈ ചിക്കൻ സെറ്റ് ആവുള്ളൂ. ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ ഇത് പ്ലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് ചിക്കൻ നമ്മൾ എടുക്കുക, ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഇനി വെറും 3 മിനിറ്റ്. കാക്ക എത്ര ടൈം ബാക്കിയുണ്ട്? 2 മിനിറ്റ് 47 സെക്കൻഡ്. 2 മിനിറ്റ് 47 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള പണി എനിക്ക് ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. വെറൈറ്റി സ്വീറ്റ് പ്രസന്റേഷൻ എനിക്ക് ഇഷ്ടം. അല്ല, തക്കാളി കൂട്ടിയിട്ടാണോ കഴിക്കണ്ടേ? തക്കാളിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാം. കൂടെ കഴിക്കാൻ വേണ്ടി 2 ബണ്ണ് അതിന്റെ സൈഡിൽ സ്ലൈസ് ചെയ്തിട്ട് ഞാനിപ്പോ നമ്മള് മറ്റേ ഷവർമ പാനിപൂരി ഒക്കെ കഴിക്കൂലേ, അതേപോലെ അതേപോലെ ഒന്നായിട്ട് ഒന്നും കാക്ക ഒന്നും ഇങ്ങനെ വയലെടുത്തിട്ടു. അതെ, കറക്റ്റ് 2 ഞാൻ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഞാൻ സ്റ്റഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഴുവൻ സ്റ്റഫ് ചെയ്യണ്ടേ? മുഴുവൻ സ്റ്റഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ തക്കാളിയിൽ തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ. 2 മിനിറ്റ് കൂടെ ബാക്കി. 2 മിനിറ്റുള്ള പണി ഇനി ഉള്ളൂ. അങ്ങനെ എന്റെ ഡിഷും കഴിഞ്ഞ്. ഇതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറന്നു. എനിക്ക് എന്തോ ഒരു പേരിട്ടുണ്ടായിരുന്നല്ലോ. തൽക്കാലത്തിന് നമുക്ക് അറബിക് വേർമിസെല്ലി പുഡിംഗ് പേരിടാം. വെറൈറ്റി ഉണ്ട്, അറബിക് വന്നല്ലോ. അറബിക് ആയിരുന്നു വരുന്നത്. കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും നാളെ വേണമെങ്കിൽ കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാല് പായസമാക്കാം. പായസമാക്കാം. ഇത് ഓൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് നമുക്ക് പല പല ഡിഷസ് ഉണ്ടാക്കാൻ പറ്റില്ല ഷമി. പല രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഇത് കിടില ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഞ്ചസാര ഇല്ലെങ്കിൽ എന്താ സല്ലോ, മിൽക്ക് മെയ്ഡ് ഈ തന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി ഇവിടെ. 1 മിനിറ്റ് കൂടെ ബാക്കിയുള്ള 59 58. ഇന്റെ ഡിഷിന്റെ അവസാന ഭാഗമായിരുന്നു ഗൈസ് ആ ഗ്രീൻ കളറുള്ള ആ ഒരു ബ്രെഡ് എന്ന് പറയുന്നത്. അതും ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതിന്റെ ഡിഷ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എന്റെ രണ്ടാമത്തെ ഡിഷും ഗൈസ് ഇവിടെ റെഡി ആയി. ഇതാണ് ആദ്യത്തെ ഡിഷ് കേട്ടോ. ടൈം എത്ര ആക്കിണ്ട്? 25 സെക്കൻഡ് കൂടെ. ഇന്റെ ഡിഷ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ക്രിസ്പി ആയിട്ടുള്ളത് തന്ന സമയത്തിനുള്ളിൽ 6 വെറൈറ്റി ഡിഷസ് ആണ് ഗൈസ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഈ ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾ 2 ഉണ്ടാക്കി. അതാണ് ഞങ്ങള്. ഇനി 4 സെക്കൻഡ് ഗൈസ് ബാക്കിയുള്ളൂ. 3 2 അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള 10 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ ടൈമിൽ 6 ഡിഷസ് ഇത് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് 1 മണിക്കൂർ മാത്രം സമയം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഡിഷസ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ 10 ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങള് 2 ഡിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തരതായിട്ട് കാണാട്ടോ. അപ്പൊ ആദ്യം തന്നെ ശ്രീന്റെ തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ ഇരിക്കുന്നത് ഗൈസ് ടോസ്റ്റഡ് ബൺ പായസമാണ് നിങ്ങൾ കാണുന്നത്. ഒരു വെറൈറ്റി ഡിഷാണ്, വെറൈറ്റി പ്രസന്റേഷൻ ആണ്. അടുത്തത് വരുമ്പോൾ ഇവിടെ ചിക്കൻ സ്റ്റഫ്ഡ് ടൊമാറ്റോ ആണ് നിങ്ങൾ കാണുന്നത്. കൂടെ കഴിക്കാൻ 2 ഗ്രീൻ കളർ ബണ്ണും ഉണ്ട്. അപ്പൊ ഈ 2 ഡിഷസ് ആണ് ഗൈസ് ഞാൻ ഈ 1 മണിക്കൂറോട് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് ഇന്റെ ഡിഷാണ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ടൊമാറ്റോ ചിക്കൻ ബണ്ണാണ്. അതായത് ഒരു പാവ് ബജി ടൈപ്പ് ഒരു ഡിഷാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ വന്നിട്ടുണ്ട് എന്നാ ഞാൻ വിചാരിക്കുന്നത്. കറക്റ്റ് ആണ് കേട്ടോ, കാഴ്ചയിൽ കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അറബിക് വേർമിസെല്ലി പുഡിംഗ്. അറബിക്
വെർമിസെല്ലി പുഡിംഗ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർമിസെല്ലി ചിക്കൻ പുലാവ് ആണ്. അതാണ് ഫസ്റ്റത്തെ എന്റെ ഡിഷ്. അത് ഞാൻ ഇപ്പിട്ട പേരാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു ചെറുനാരങ്ങയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബണ്ണ് ചെറുതായിട്ട് ടോസ്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ ഡിഷ് എന്ന് പറയുന്നത് ക്രിസ്പി ബൺ പുഡിംഗ് ആണ്. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് രണ്ടാണ് ഗൈസ് എന്റെ ഡിഷ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സമയമായി ഗൈസ് ടേസ്റ്റ് ചെയ്യാനുള്ള. ജുൻകാക്ക് ടേസ്റ്റ് ചെയ്യാൻ ധൈര്യം ഇല്ലാത്തോണ്ട് ജുൻക ടേസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അതല്ല, പക്ഷെ ടേസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. വേറെ വഴിയില്ല. ഇത് നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റില്ല, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ ടേസ്റ്റ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് സല്ലാണ് ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആരാണ് വിന്നർ ആയിരിക്കുന്നത് പറയാൻ പോകുന്നത്. ഇതിൽ ഏതൊക്കെ ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ടത്? അവിടെ നിന്ന് തുടങ്ങുന്നോ ഇവിടെ നിന്ന് തുടങ്ങണോ? അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ശ്രീന്റെ ഫസ്റ്റത്തെ തന്നെ ഡിഷ് ട്രൈ ചെയ്യാൻ പോവാണ്. എന്തായിരുന്നു ശ്രീ? ഇത് എന്തായിരുന്നു പേര് മാത്രം ചോദിക്കരുത്. പായസം ടോസ്റ്റഡ് ബണ്ണ്. ടോസ്റ്റഡ് ബൺ പായസം. അതെ. ഓ, ഇപ്പോഴും ആ ക്രിസ്പിനെസ് പോയിട്ടില്ല. ബണ്ണെടുത്തോ? ബണ്ണിന്റെ ഇടയിലുണ്ട് എന്നാ ഞാൻ വിചാരിക്കുന്നത്. ബണ്ണ് കുറച്ച് കീറി അതിന്റെ മുകളിൽ വെച്ചെടുക്കും ശ്രീ. ആ, അതൊരു നല്ല ഐഡിയ. കഴിക്കട്ടെ. എനിക്കത് കണ്ടിട്ട് കൊതിയാവണ്ടി കഴിച്ചോക്കെ. എന്താ ഒരു സ്പൂൺ വലിയ സ്പൂൺ എടുത്തു. ഓ യമ്മി. എക്സ്പ്രഷൻ വൈസ് കൊള്ളാം, പായസം കൊള്ളാം. പക്ഷെ ഇത് ടോസ്റ്റ് ചെയ്ത് ഈ ബ്രെഡിന്റെ കൂടെ അത്ര ബ്ലെൻഡ് ആവുന്നില്ല. മനസ്സിലായി. അതായത് നമുക്ക് ഈ വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് ചോദിക്കുന്നത്, പായസത്തിന്റെ കൂടെ വെളിച്ചെണ്ണ ചോദിക്കുമ്പോ നമുക്ക് അത്ര ഒരു പക്ഷെ രസമുണ്ട്. ഒരു ആവറേജ് ഡിഷാണ്. പക്ഷേ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു ഡിഷ് ആയിരുന്നു അത്. അതെ, അത് പോയി കുഴപ്പമില്ല കേസ്. ഞാൻ ഏകദേശം ഉദ്ദേശിച്ച സാധനം. പക്ഷെ ഞാൻ പറയട്ടെ, പായസം സെപ്പറേറ്റ് ആയിട്ടു ബന്ന് സെപ്പറേറ്റ് ആയിട്ടും അടിപൊളിയാണ്. രണ്ടും കൂടി അങ്ങോട്ട് ബ്ലെൻഡ് ആവുന്നില്ല. വെളിച്ചെണ്ണ അല്ലാതെ അത് ടോസ്റ്റ് ചെയ്യണമായിരുന്നു. യെസ്, അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. പക്ഷെ സ്റ്റിൽ നല്ലതാണ്. ചിക്കൻ സ്റ്റഫ്ഡ് ടൊമാറ്റോ. ഓക്കെ, ഇത് എനിക്ക് സത്യമായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത സാധനമാണ് സല്ലു. ഉപ്പ് കൂടി പോയി. അതിലൊരു ബ്രെഡ് വെച്ച് കൊടുക്ക്. ആ, ബ്രെഡില് ഒരു തക്കാളി വെക്ക്. തക്കാളി വേണ്ട, ഇങ്ങനെ ഇങ്ങനെ കഴിച്ചു നോക്കാം ഞാൻ. അതാ എനിക്ക് എന്താ കണ്ണൊക്കെ തള്ളുന്നേ? ടേസ്റ്റ് കൊണ്ടാണോ ഉപ്പ് കൊണ്ടാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് അതല്ലേ, എനിക്ക് തിരക്കിൽ ഉപ്പ് നോക്കാൻ വിട്ടു. ലാസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഒടുക്കത്തെ ഉപ്പ്. ഇത് ആക്ച്വലി 4 ചിക്കൻ കറി വെക്കാൾ ഉപ്പുണ്ടില്ല. അത്ര ഉപ്പുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ ഷാമി? ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യണ്ട ഷാമി. കുറച്ച് ഉപ്പുണ്ട്. കുറച്ചല്ല, കുറച്ച് നല്ലോണം ഉപ്പുണ്ട്. ഇത് പായസം വിടലാണ്. പറഞ്ഞ അതേ ജഡ്ജ്മെന്റ് തന്നെ, അതിലൊരു മാറ്റം ഇല്ല കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, അത് സത്യം. ആ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഡിഷ് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. എന്നാലും ടേസ്റ്റ് ഉണ്ട്. അത് മൊത്തത്തിൽ കഴിച്ചു കഴിഞ്ഞാല് പ്രഷർ കുറയും, കുറയും, എന്തെങ്കിലൊക്കെ ആവും. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ബ്ലെൻഡ് ആവുന്നുണ്ടാവൂല. ഇനി അടുത്തത് എന്റെ ഡിഷിലോട്ട് വരാം. ഇതിന് പേരെന്തിനു? ടൊമാറ്റോ ചിക്കൻ ബൺ. ഓരോ നേരം ഓരോ പേരാണ് ഗൈസ്. ആ, ഓരോ നേരം ഓരോ പേരാ. ചിക്കനൊക്കെ എടുക്ക് കാക്ക. നല്ല ആ ഗ്രേവി ഒക്കെ കൂട്ടിട്ട് എടുക്കട്ടോ. എടുത്തുണ്ട് ചെറുതായിട്ട്. അയ്യോ, തക്കാളി നല്ലോണം ചോദിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. നല്ല തക്കാളിന്റെ കുത്തലുണ്ട്, കാരണം അത്ര തക്കാളി വേണ്ടില്ലായിരുന്നു. ഇത് ഗൈസ് എനിക്കും തോന്നി ചെറുതായിട്ട് തക്കാളിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ മിണ്ടാതിരിക്കും. അടുത്തതായിട്ട് അറബിക് വെർമിസെല്ലി പുഡിംഗ്. അറബിക് പുഡിംഗ് അല്ലേ? ഭയങ്കര തിക്കായിട്ടുള്ള അറബിക് വെർമിസെല്ലി പുഡിംഗ്. ഓക്കെ, കൊള്ളാം, നല്ല ടേസ്റ്റ്. അടുത്ത കഴിച്ചിൻ്റെതാണ്. ഓക്കെ സാർ, ഇതാണ് സ്പൂൺ. ചിക്കനൊക്കെ കൂട്ടിട്ട് കഴിക്കണം. ചിക്കൻ അല്ലല്ല, ഒരു പീസും കൂടെ എടുക്കണം. ടേസ്റ്റ് ചെയ്യട്ടെ. ഉപ്പുമാവ് അല്ലേ? ചിക്കൻ ഉപ്പുമാവ്. റിയാക്ഷൻ ഒന്നുമില്ലല്ലോ. നമ്പാണ് കക. കൊള്ളാം. ശരിക്കുള്ളത് പറ. അതായത് ആ വേമിച്ചല് പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്പൈസസ് ഒന്നും തന്നില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് നല്ലതാ. നല്ലൊരു പ്രോപ്പർ മീലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ അടുത്തതായിട്ട് ക്രിസ്പി ബൺ പുഡിംഗ്. അതാണ് കേട്ടോ കഴിക്കേണ്ടത്. അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വായിലിട്ട മെൽട്ടായി പോകുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നല്ലേ? ക്രിസ്പി വെർമിസെല്ലി കുത്താതെ നോക്കണേ. ക്രഞ്ചി.
ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് മാർക്ക് തരേണ്ട ടൈമാണ്. ഞങ്ങൾക്ക് 10 ഓരോരുത്തർക്കും മാർക്ക് തരാം. അങ്ങനെയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു എന്താ പറയുക 5 അല്ല 20 അതാവുമ്പോ 10 കൂട്ടുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ഗൈസ് ഇനി ജഡ്ജ്മെന്റിന്റെ ടൈമാണ്. ആരാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ നെഞ്ചത്ത് കയ്യും വെച്ചിരിക്കുകയാണ് ഗൈസ്. എന്താണ് സല്ലു പറയാൻ പോകുന്നത് അറിയില്ല. അവൻ കുറെ കൺഫ്യൂസ്ഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് കാക്ക ആലോചിച്ച് വന്നത്. ഓക്കെ, ഞാൻ പിന്നെയും ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഡിഷിനും ഓരോരുത്തർ 2 ഡിഷ് ഉണ്ടാക്കിയോണ്ട് തന്നെ ഓരോ ഡിഷിനും നമുക്ക് മാർക്ക് ഇടാം. ഓക്കെ, ആദ്യം ശ്രീൻ്റെത് ഈ ഡിഷിന് ഞാൻ കൊടുക്കുന്ന മാർക്ക് 6 ആണ്. അതായത് 10-ൽ 6 മാർക്ക്. ഇത് ആക്ച്വലി ഇത് മാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് വേണമെങ്കിൽ ഇത് ഒരു 9 മാർക്കെങ്കിലും കിട്ടിയിരുന്നു. ഇത് മാത്രമായിരുന്നു. പക്ഷെ ഇത് ഈ മിക്സ് ചെയ്തുകൊണ്ട് അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയി, കറക്റ്റ് ആയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് 6 പോയിന്റും ഇതിന് 5 പോയിന്റും. ഉപ്പ് ഭയങ്കരമായിട്ട് കൂടി, അതുകൊണ്ട് ഒരു ഫ്ലേവറും അറിയുന്നില്ല. ടോട്ടൽ 11 മാർക്ക്. 20-ൽ 11 മാർക്ക്. ഷാമിന്റെ ഈ ഡിഷ് കുറച്ച് തക്കാളി കൂടുതലായിട്ട് ചുവയ്ക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അതൊരു പ്രോപ്പർ മീലാണ്. അപ്പൊ പ്രോപ്പർ മീൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ഒരു 8 പോയിന്റ് തരുന്നു. പിന്നെ ഇത് ചെറിയ പ്രിപ്പറേഷൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനൊരു 9. അപ്പൊ ടോട്ടൽ അതിന് 17 മാർക്ക്. ഓക്കെ, 20-ൽ 17 ഷാമിക്ക്. ഇനി അടുത്തത് 5-ന്റെ ഈ ഡിഷ് ശരിക്കും നല്ലൊരു ഇന്നോവേഷൻ ആയിരുന്നു. പിന്നെ അതൊരു പ്രോപ്പർ മീലും ആയിരുന്നു. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മീലും ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീലായിരുന്നു. നല്ലൊരു മീലായിരുന്നു. അപ്പൊ അതിന് ഞാനൊരു 9 പോയിന്റ്സ് തരുന്നു. പിന്നെ ഈ ഡിഷ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിൽ കൂടുതലായിട്ടും നമ്മുടെ മിൽക്ക് മെയ്ഡിന്റെ ചൊയ മാത്രം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനൊരു 7 പോയിന്റും തരികയാണ്. അതെ, ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഞാനായിരിക്കും മാസ്റ്റർ ഷെഫ് ഉള്ളത്. പക്ഷേ ഞാൻ ജയിച്ചു. ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ ജയിച്ചത്. 5-ക്ക് 16 പോയിന്റ്, എനിക്ക് 17 പോയിന്റ്, ശ്രേയ്ക്ക് 11 പോയിന്റ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഞങ്ങൾ ഒരു ഡിഷ് വിചാരിച്ചിട്ട് 2 ഡിഷ് ഉണ്ടാക്കിയതിന്റെ ആ ഒരു എന്താ പറയാ, എല്ലാരും സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോരാതെ ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്തത് കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ചാലഞ്ചിൽ വിന്നർ ഞാനാണ്. തയ്യോ. അങ്ങനെ ഗൈസ് നമുക്ക് പുതിയ മാസ്റ്റർ ഷെഫിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി മുതൽ നമുക്ക് വെച്ച് വിളമ്പി തരുന്നതല്ല, ഈ മാസ്റ്റർ നമുക്ക് മാസ്റ്റർ ഷെഫ് ഉണ്ടാക്കി തരും. വെറൈറ്റി സാധനങ്ങൾ എന്നും ഉണ്ടാക്കി തന്നെ. അതെ, പച്ച ചിക്കൻ ഇങ്ങനെ ഇതേപോലെ ടൊമാറ്റോയില് ഞാൻ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിട്ടാണല്ലോ സല്ലു മാർക്ക് തന്നത്, ഈ ജയിച്ചതും. അപ്പൊ മാസ്റ്റർ ഷെഫ് എന്തുണ്ടാക്കി തരുന്ന ഞങ്ങൾ കഴിക്കും. അത് മാസ്റ്റർ ഷെഫ് ഏറ്റു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita signing off.